എയ്ഡഡ് സ്കൂൾ മേഖലയിൽ വിദ്യാർത്ഥികൾക്ക് മേലുള്ള ചൂഷണം തുടർക്കഥയാകുമ്പോഴും മൗനം പാലിച്ച വിദ്യാഭ്യാസ മന്ത്രിയും ഉദ്യോഗസ്ഥരും. മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റ്യൻസ് ഗേൾസ് ഹൈസ്കൂളിൽ PTA ഫണ്ട് വിദ്യാർത്ഥികളിൽ നിന്ന് പിരിക്കുന്നത് തുടരുന്നു. ഫീസ് നൽകാത്ത വിദ്യാർത്ഥികളെ ഗ്രൗണ്ടിലേക്ക് വിളിച്ചു വരുത്തി അപമാനിക്കുന്നതായും പരാതിയുണ്ട്. കൂടുതൽ വിവരങ്ങളുമായി മിഥുൻ മുരളി ചേർന്നുണ്ട്. മിഥുൻ, വളരെ ഗുരുതരമായൊരു വിഷയം തന്നെയാണ് പുറത്തുവരുന്നത്. ഇത്തരത്തിൽ PTA ഫണ്ട് അനധികൃതമായും അല്ലെങ്കിൽ അമിതമായും പിരിക്കുകയും ഒരുപക്ഷെ ഗുണ്ടാ പിരിവെന്നുള്ള രീതിയിലേക്ക് ആ ഒരു നിലപാടിലേക്ക് ഇത്തരത്തിലുള്ള സ്കൂൾ മാനേജ്മെൻറ്റുകൾ പ്രവർത്തിക്കുന്ന തരത്തിലേക്ക് ഒരു വിഷയം ഉണ്ടാകുന്നു. പക്ഷേ അതിൽ കൃത്യമായൊരു മറുപടി ഉണ്ടാകുന്നില്ല, നടപടികൾ ഉണ്ടാകുന്നില്ല. വിദ്യാഭ്യാസ മന്ത്രി മൗനം പാലിക്കുന്നു. എന്താണ് മറ്റു വിവരങ്ങൾ? സാമ്പത്തിക ചൂഷണവുമായി ബന്ധപ്പെട്ടുള്ള വാർത്തയാണ് നമ്മൾ പുറത്തുവിട്ടിരിക്കുന്നത്. നമ്മുടെ പ്രതിനിധി സുധീഷ് ഗോപാലാണ് ഇത് സംബന്ധിച്ചിട്ടുള്ള വാർത്ത ഇന്ന് ബ്രേക്ക് ചെയ്തത്. അത് സംബന്ധിച്ച് സ്കൂൾ അധികൃതരോട് എന്താണ് ഇതിനെ സംബന്ധിച്ചിട്ടുള്ള വിശദീകരണം എന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ടുള്ള ഒരു മറുപടി നൽകാൻ സ്കൂൾ അധികൃതരും തയ്യാറാകാത്ത സാഹചര്യവുമുണ്ട്. സ്കൂൾ PTA ഫണ്ട്, മറ്റ് ഫണ്ടുകൾ എന്നീ വിഭാഗങ്ങളിലായിട്ട് പണപ്പിരിവ് സ്കൂളിൽ നിന്നും നടത്തുന്നു. മൂവാറ്റുപുഴ സെന്റ് അഗസ്റ്റ്യൻസ് സ്കൂളിൽ നിന്ന് ഉയർന്നു വന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ വാർത്ത നൽകുകയും ചെയ്തിരിക്കുന്നത്. ഈ സ്കൂളിലെ രക്ഷിതാക്കൾ PTA ഫണ്ടായിട്ട് കുട്ടികളിൽ നിന്ന് 1000 രൂപ, യൂണിഫോം ഫീസായിട്ട് 800 രൂപ, കലോത്സവ ഫീസായിട്ട് 200 രൂപ, അങ്ങനെ വിവിധ ഇനത്തിൽ ഫീസുകൾ പിരിക്കുന്നത് നിർബാധം തുടരുകയാണ്. ഇതിനെതിരെ DMOയ്ക്കും ഒപ്പം തന്നെ MLAയ്ക്കും പരാതികൾ നൽകുന്നു. പരാതി നൽകിയിട്ടും വിദ്യാഭ്യാസ വകുപ്പോ ബന്ധപ്പെട്ട അധികൃതരോ അതിൽ അന്വേഷണം നടത്താനോ സ്കൂൾ മാനേജ്മെന്റുമായിട്ട് വിശദീകരണം തേടാനോ ഒന്നും തയ്യാറാകുന്നില്ല. ഇത്തരത്തിലുള്ള ഫണ്ട് പിരിവ് നിർബാധം സ്കൂൾ അധികൃതർ തുടരുകയാണ് എന്നുള്ള കാര്യമാണ് ഈ മാതാപിതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുകയും ചെയ്തിരിക്കുന്നത്. ഇതിൽ ഏറ്റവും വിഷമകരമായ കാര്യം, നമുക്ക് പ്രതികരിച്ചിരിക്കുന്ന വ്യക്തിക്ക്, ഈ സെന്റ് അഗസ്റ്റ്യൻസ് ഗേൾസ് സ്കൂളിലെ വിദ്യാർത്ഥിയായിട്ടുള്ള ആളുടെ മാതാപിതാക്കൾ നമ്മളോട് പ്രതികരിച്ച ആൾക്ക് 3 കുട്ടികളാണ് ഈ സ്കൂളിൽ പഠിക്കുന്നത്. അപ്പോൾ 3 കുട്ടികളുടെ ഫീസ് ഇനത്തിൽ വലിയ തുക സ്കൂളിലേക്ക് നൽകേണ്ടി വരുന്നു. ഖേദകരമായ കാര്യം, വളരെ പരിതാപകരമായ അല്ലെങ്കിൽ ദാരിദ്ര്യ അവസ്ഥയിലുള്ള കുട്ടികളായിരിക്കാം ഇത്തരത്തിൽ എയ്ഡഡ് സ്കൂളുകളിൽ പഠിക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള ഫണ്ട് പിരിവും അനധികൃതമായി നടത്തുമ്പോൾ, സ്കൂൾ മാനേജ്മെന്റ് നടത്തുമ്പോൾ വലിയ സാമ്പത്തിക ബാധ്യതകൾ ഈ കുടുംബാംഗങ്ങൾക്ക് ഉണ്ടാകുന്നു. മാത്രവുമല്ല, ഇത്തരത്തിൽ ഈ ഫണ്ട് പിരിവ് നൽകാത്ത കുട്ടികളെ മറ്റ് ഗ്രൗണ്ടിലേക്കൊക്കെ ഇറക്കി അപമാനിക്കുന്ന സാഹചര്യങ്ങളും സ്കൂളിൽ നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്ന ഈ രക്ഷിതാക്കൾ പരാതി നൽകുന്നുണ്ട്. എന്തായാലും ഈ പരാതികൾ നൽകിയിട്ടും DMOയ്ക്ക് നൽകി, MLAയ്ക്ക് നൽകി, മറ്റ് ബന്ധപ്പെട്ട അധികൃതർക്കെല്ലാം പരാതികൾ നിരവധി തവണ നൽകിയിട്ടും അതിൽ അന്വേഷണം നടത്താനോ സ്കൂളിനോട് വിശദീകരണം ചോദിക്കാനോ മറ്റ് നടപടികളിലേക്ക് കടക്കാനോ തയ്യാറാകുന്നില്ല എന്നുള്ള ഒരു കാര്യവും കൂടിയാണ് ഈ രക്ഷിതാക്കൾ പങ്കുവച്ചിരിക്കുന്നത്. എന്തായാലും ഇനി തുടർന്നും ഇത്തരത്തിൽ പ്രതിഷേധം, സ്കൂളിനെതിരെയും ഇത്തരത്തിൽ അനധികൃത ഫണ്ട് പിരിവ് നടത്തുന്നതിനെതിരെയും പ്രതിഷേധവുമായി മുന്നോട്ട് നീങ്ങാനും പരാതികളുമായി മുന്നോട്ട് നീങ്ങാനുമാണ് മാതാപിതാക്കൾ തയ്യാറാകുകയും ചെയ്തിരിക്കുന്നത്. വിഷ്ണു.